നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവാരിഷ്ടഹരം സുഖേകരമണം ശാന്ത്യാസ്പദം ഭക്തിദം സ്മൃത്യാ ബ്രഹ്മപദപ്രദം സ്വരസദം പ്രേമാസ്പദം ശാശ്വതം മേഘശ്യാമശരീരമച്യുതപദം പീതാംബരം സുന്ദരം ശ്രീകൃഷ്ണം സതതം വ്രജാമി ശരണം കായേന വാചാ ധിയാ. ശ്രീകൃഷ്ണായ നമഃ. സജ്ജനങ്ങളെ, ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 7-ാം അധ്യായമാണ് നമ്മൾ വിചാരം ചെയ്തു വന്നത്. 12 ശ്ലോകങ്ങളിലായിട്ട് അതിൻ്റെ ആദ്യ ഭാഗം, അതായത് ശ്രീശുക ബ്രഹ്മർഷി, പരീക്ഷിത്ത്, ഈ 2 മഹാത്മാക്കളുടെ സംഗമം എങ്ങനെയാണ് ഗംഗാതീരത്ത് ഉണ്ടായത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സൂതൻ പരിശ്രമിക്കുന്നത്. അങ്ങനെ വേദവ്യാസ മഹർഷി ഭാഗവതം രചിക്കാനുണ്ടായ സാഹചര്യവും അതെങ്ങനെയാണ് ശ്രീശുകന് ഉപദേശിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നും പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ ഉപദേശം നേടിയ നാരദ മഹർഷി ശമ്യാപ്രാസത്തിൽ വെച്ച് വേദവ്യാസന് ഉപദേശം നൽകി. ആ വേദവ്യാസൻ ഭാഗവതം എന്ന മഹാപുരാണം രചിച്ച് തൻ്റെ മകനായ നിവൃത്തിനിരതനായ ശ്രീശുകനെ അത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി ഈ വിവരണത്തിൻ്റെ 2-ാം ഭാഗം, അതെങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിക്കപ്പെട്ടത് എന്നുള്ള ശൗനകാദികളുടെ ചോദ്യത്തിന് ഉത്തരം ഇവിടെ പറയുകയാണ്. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ 12-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. രാജർഷിയായ പരീക്ഷിത്തിൻ്റെ ജന്മകർമ്മ വിലായനം, ജനനവും കർമ്മവും അദ്ദേഹത്തിൻ്റെ മോക്ഷവും കൃഷ്ണകഥയുടെ ഉപക്രമമായിട്ട് മുഖവുരയായിട്ട് ഞാനിതാ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് 13-ാമത്തെ ശ്ലോകം തൊട്ട് ഏതാനും ശ്ലോകങ്ങൾ വേദവ്യാസ മഹർഷി ഇവിടെ അവതരിപ്പിക്കുന്നത് അനുഷ്ടുപ് വൃത്തത്തിൽ നിന്നും മാറിയിട്ട് ഇന്ദ്രവജ്ര അല്ലെങ്കിൽ ഉപേന്ദ്രവജ്ര ഒക്കെ ആയിട്ടാണ്. ഉപേന്ദ്രവജ്ര വൃത്തത്തിലാണ് ഈ 13-ാം ശ്ലോകം ആരംഭിക്കുന്നത്. വേദവ്യാസൻ്റെ എല്ലാ കാവ്യകൃതികളുടെയും ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിന് ഭക്തിയുടെ ഒരു ആധിക്യം, ഒരു ആവേശം, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ വർണ്ണന, അല്ലെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ, സമുദ്രത്തെയോ പർവ്വതത്തെയോ ഒക്കെ വർണ്ണിക്കുമ്പോൾ, ഭഗവാനെ വർണ്ണിക്കുമ്പോൾ, ഏറ്റവും ഗംഭീരമായ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് അനുഷ്ടുപ് വൃത്തത്തിൽ നിന്ന് മാറിയിട്ട് ചുവടൊന്ന് മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഒരു വൃത്തം, ദീർഘമായ ഒരു വൃത്തത്തെ അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. അതാണ് ഇദ്ദേഹം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് 13-ാം ശ്ലോകത്തിൽ. യഥാ മൃധേ കൗരവസൃഞ്ജയാനാം വീരേഷ്വധോ വീരഗതിം ഗതേഷു വൃകോദരാവിദ്ധഗതാഭിമർശഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ. ഇതിൻ്റെ അന്വയം, യഥാ കൗരവസൃഞ്ജയാനാം മൃധേ വീരേഷു വീരഗതിം ഗതേഷു ധൃതരാഷ്ട്രപുത്രേ വൃകോദരാവിദ്ധഗതാഭിമർശഭഗ്നോരുദണ്ഡേ. അവിടെ ഒരു പകുതിക്ക് വെച്ച് നിർത്തുകയാണ്. ആ വാക്യം പൂർത്തിയായിട്ടില്ല. വാക്യം പൂർത്തിയാകുന്നത് അടുത്ത ശ്ലോകം കൂടി ലഭിക്കുമ്പോഴാണ്. അടുത്ത ശ്ലോകത്തിൻ്റെ അന്വയം കൂടി പൂർത്തിയാകുമ്പോഴാണ് അവിടെ ഒരു ക്രിയ വന്നു ചേരുന്നതും വാക്യം പൂർത്തിയാകുന്നതും. എങ്കിലും ഇവിടെ വെച്ച് ഇതിൻ്റെ അർത്ഥമെന്ന് പറയാം. കൗരവ സൃഞ്ജയാനാം മൃധേ എന്നാണ്. കൗരവന്മാരും സൃഞ്ജയന്മാർ ഇവിടെ സൈന്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ട്. ദുര്യോധനാദികളായ ധൃതരാഷ്ട്രപുത്രന്മാരും കൗരവന്മാരാണ്. പാണ്ഡവന്മാരും കൗരവന്മാർ തന്നെയാണ്. കുരുവംശത്തിൽ ജനിച്ച ഈ രാജകുമാരന്മാരൊക്കെ തന്നെ കൗരവന്മാരാണെങ്കിലും ഇവിടെ കൗരവ സൃഞ്ജയാനാം മൃധേ എന്ന് പറഞ്ഞതിനർത്ഥം ദുര്യോധനപക്ഷത്തുള്ള സൈന്യങ്ങൾ അവർ കൗരവ സൈന്യം, പാണ്ഡവപക്ഷത്തുള്ള സൈന്യം പ്രധാനമായിട്ടും പാഞ്ചാല സൈന്യമാണ്. ആ സൈന്യങ്ങളുടെ സേനാധിപനാരാണ്? പാഞ്ചാല രാജാവായിട്ടുള്ള ദ്രുപദൻ്റെ മകൻ ധൃഷ്ടദ്യുമ്നനാണ്. ധൃഷ്ടദ്യുമ്നാദികളായ പാഞ്ചാലന്മാരുടെ പേരാണ് സൃഞ്ജയന്മാർ എന്ന്.
അപ്പോൾ ഇവിടെ പാണ്ഡവ സൈന്യം എന്ന് വെച്ചാൽ സൃഞ്ജയ സൈന്യമാണ് പ്രധാനമായിട്ട്. മറ്റ് വിരാട സൈന്യം, മറ്റനേകം രാജാക്കന്മാരുടെ സൈന്യങ്ങൾ ഉണ്ട് എന്നേ ഉള്ളൂ. അങ്ങനെ കൗരവ സൃഞ്ജയന്മാരുടെ മൃധേ യുദ്ധത്തിൽ, യഥാ എന്ന് വെച്ചാൽ യാതൊരു സമയത്ത്, യാതൊരു സന്ദർഭത്തിൽ, കൗരവ സൃഞ്ജയന്മാരുടെ യുദ്ധത്തിൽ വീരേഷു വീരഗതിം ഗതേഷു, വീരന്മാരായിട്ടുള്ള യോദ്ധാക്കൾ വീരഗതിയെ പ്രാപിച്ച സന്ദർഭത്തിൽ, ധൃതരാഷ്ട്രപുത്രേ വൃഗോദരാവിദ്ധ ഗതാഭിമർശഭഗ്നോരുദണ്ഡേ, വലിയൊരു പദമാണ്. ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനൻ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? യുദ്ധത്തിൻ്റെ അവസാനം വൃഗോദരനാൽ ആവിദ്ധമായ ഗതാഭിമർശം കൊണ്ട് ഭഗ്നമായ ഊരുദണ്ഡത്തോട് കൂടിയവൻ. ഊരുദണ്ഡം എന്ന് വെച്ചാൽ തുടയുടെ അസ്ഥി അടക്കമുള്ള ഭാഗം, എല്ലാ ഭാഗവും. അതിനെന്ത് സംഭവിച്ചു? ഭഗ്നമായി, ഭേദിക്കപ്പെട്ടു, ഭഞ്ജിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. എങ്ങനെ തകർക്കപ്പെട്ടു? വൃഗോദരൻ, വൃഗത്തിൻ്റെ ഉദരം, ചെന്നായെപ്പോലെ വയറുള്ളവൻ, സുന്ദരമായ വയറുള്ളവൻ എന്നാണ് അവിടെ അർത്ഥം. ആ ഭീമസേനൻ, വൃഗോദരനായിരിക്കുന്ന ഭീമസേനൻ്റെ ഗതപ്രഹാരം കൊണ്ട് ആവിദ്ധമായിട്ട്, ആക്രമിക്കപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഊരുദണ്ഡം തകർക്കപ്പെട്ടു. അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ എന്നാണ് ഇവിടെ സപ്തമി വിഭക്തി ചേർത്തത് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത്, ആ വേളയിൽ, ആ സന്ദർഭത്തിൽ എന്നർത്ഥം. ഇങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അതിൻ്റെ അവസാനം വേണമെങ്കിൽ ദുര്യോധനൻ്റെ വീഴ്ചയോട് കൂടിയിട്ടാണ് എന്ന് പറയാം. അതോടുകൂടി പാണ്ഡവന്മാരുടെ വിജയം അവിടെ ഉദ്ഘോഷണം ചെയ്യപ്പെട്ടു. ദുര്യോധനാദികളെ പരാജയപ്പെട്ടതായിട്ടും കരുതപ്പെട്ടു. യുദ്ധത്തിൻ്റെ അവസാനം എല്ലാവരും മരിച്ചു വീണപ്പോൾ ദുര്യോധനൻ പാണ്ഡവന്മാർ തന്നെ ആക്രമിക്കുമെന്ന് ഭയന്ന് എല്ലാം ആയുധങ്ങളും രാജ്യവും ഒക്കെ വിട്ട് ഉപേക്ഷിച്ചുകൊണ്ട്, പേടിച്ച് കരഞ്ഞുകൊണ്ട്, ഉറക്കെ കരഞ്ഞുകൊണ്ട്, കണ്ണീരൊഴുക്കി ചോരയും ഒഴുക്കിക്കൊണ്ട് അദ്ദേഹം ഓടുകയാണ്. പാണ്ഡവന്മാർ തന്നെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഓടുകയാണ്. ഇതൊരു ക്ഷത്രിയൻ്റെ, ഒരു രാജാവിൻ്റെ ഏറ്റവും ദീനമായ അവസ്ഥയാണ്. ദുര്യോധനൻ വലിയ വീരപുരുഷനാണ് എന്നൊക്കെ ചില നിരൂപകന്മാർ പറയാറുണ്ടെങ്കിലും യുദ്ധത്തിൻ്റെ അവസാനം യോദ്ധാവിൻ്റെ, ക്ഷത്രിയൻ്റെ ജീവിത സാഫല്യം എന്ന് പറയുന്നത് ശത്രുവിൻ്റെ കൈകൊണ്ട് മരിക്കുക, വീരമൃത്യു പ്രാപിക്കലാണ്. മറ്റ് കർണാദികളൊക്കെ വീരമൃത്യു പ്രാപിച്ചു. പക്ഷെ ദുര്യോധനന് വീരമൃത്യു പ്രാപിക്കാനും ഇഷ്ടമില്ലായിരുന്നു. ഭയമുണ്ടായിരുന്നു, ദുഃഖമുണ്ടായിരുന്നു. താൻ ചെയ്ത കുറ്റങ്ങളിൽ ഏറെക്കുറെ അനുതാപം, കുറച്ചൊക്കെ ഒരു പശ്ചാത്താപവും. എന്ന് വെച്ചാൽ അത് ചെയ്തത് കുറ്റമായി പോയതുകൊണ്ടല്ല, താൻ ചെയ്ത കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ തനിക്ക് സുഖം നൽകാൻ പോകുന്നതായില്ലല്ലോ, ഇത്രയൊക്കെ ചെയ്തിട്ടും താൻ പരാജയപ്പെട്ടുവല്ലോ, തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടുവല്ലോ, ഇനി പാണ്ഡവന്മാരുടെ കീഴിൽ എങ്ങനെ കഴിയും എന്നൊക്കെയുള്ള ദൈന്യം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ഓടി ഒരു സരസിൽ തൻ്റെ മായാശക്തി ഉപയോഗിച്ചുകൊണ്ട് ജലസ്തംഭം ചെയ്തുകൊണ്ട് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അവിടെയാണ് പാണ്ഡവന്മാരൊക്കെ കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അന്വേഷിച്ചെന്ന് ദുര്യോധന യുദ്ധത്തിന് പടക്ക വേണ്ടി വിളിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, മായാവിനം ഇമാം മായാം മായാ ജഹി ഭാരത. മായാവിയായ ദുര്യോധനൻ്റെ ഈ മായയെ നീ മായ കൊണ്ട് ജയിക്കുക യുധിഷ്ഠിര. മായാവി മായയാവധ്യ സത്യമേതത് യുധിഷ്ഠിര. അല്ലയോ യുധിഷ്ഠിര, മായാവികളെ മായ കൊണ്ട് തന്നെ കൊല്ലണം. ഇവനെ എങ്ങനെയും കൊല്ലാം, യുദ്ധം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ആ വെള്ളം എങ്ങനെയെങ്കിലും തകർത്തിട്ട് അവനെ ആ വെള്ളത്തിനകത്ത് തന്നെ ജലസമാധിയാക്കി തീർക്കാനും വേണമെങ്കിൽ സാധിക്കും. അതുകൊണ്ട് യുദ്ധം ചെയ്യണം എന്നല്ല ഭഗവാൻ പറഞ്ഞത്, അവനെ ഇവിടെ തന്നെ വകവരുത്തുക, രക്ഷപ്പെട്ടു പോകാൻ ഇടവരുത്തരുത്. എന്തുകൊണ്ട്? ഉപായങ്ങളെ കൊണ്ട് ശത്രുവിനെ കൊല്ലാം എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ക്രിയാഭ്യുപായൈർ ബഹുഭി മായാമപ്സു പ്രയോജ്യച. പലതരത്തിലുള്ള ക്രിയോപായങ്ങൾ, ക്രിയകളും ഉപായങ്ങളും കൊണ്ട് അപ്സു മായാം പ്രയോജ്യ, ജലത്തിൽ മായയെ പ്രയോഗിച്ചിട്ട് ജഹിത്വം ഭരതശ്രേഷ്ഠ മായാത്മാനം സുയോധനം. അങ്ങനെ അവനെ കൊന്നുകളയൂ ഭരതശ്രേഷ്ഠ, മടിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ അതിന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ക്രിയാഭ്യുപായൈർ ഇന്ദ്രേണ നിഹത ദൈത്യദാനവാഹ. ദൈത്യന്മാരും ദാനവന്മാരും ക്രിയകളെ കൊണ്ടും ഉപായങ്ങളെ കൊണ്ടുമാണ് ഇന്ദ്രൻ കൊന്നത്. ക്രിയാഭ്യുപായൈ ബഹുഭിർ ബലിർ ബദ്ധോ മഹാത്മന. ഞാൻ തന്നെ വാമനാവതാരത്തിൽ ക്രിയ കൊണ്ടും ഉപായം കൊണ്ടുമാണ് മഹാബലിയെ ബന്ധിച്ചത്. ക്രിയാഭ്യുപായൈർ ഹിരണ്യാക്ഷോ മഹാസുര. ക്രിയാഭ്യുപായി
നിഹത ഹിരണ്യാക്ഷോ മഹാസുര. ഹിരണ്യാക്ഷൻ ഞാൻ കൊന്നത് ക്രിയ കൊണ്ടും ഉപായം കൊണ്ടുമാണ്. ഹിരണ്യകശിപു അതെ, രാവണൻ, താരകാസുരൻ, വിപ്രജിത്തി, വാതാപി, സുന്ദോപസുന്ദന്മാർ, തൃശിരസ് മുതലായ രാക്ഷസന്മാരും അസുരന്മാരും ഒക്കെ തന്നെ, ദേവന്മാരും അവതാരപുരുഷന്മാരൊക്കെ അവരെ കൊന്നത് ഉപായങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് ഉപായം സ്വീകരിക്കുന്നത് യാതൊരു തരത്തിലും നമ്മൾ മടിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. കാരണം മനുഷ്യൻ ജീവിക്കേണ്ടത് ബൃഹസ്പതി, ശുക്രൻ ഈ രണ്ട് പേരുടെ നീതി ഉപയോഗിച്ചാണ് എന്ന കാര്യം ശ്രീകൃഷ്ണ ഭഗവാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് സന്ദർഭവശാൽ ദുര്യോധനനും പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദുര്യോധനൻ സ്വീകരിച്ചത് ശുക്ര ബൃഹസ്പതി നീതിയാണ്. അതിന് പകരമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ശുക്രൻ്റെയും ബൃഹസ്പതിയുടെയും നീതിയാണ്. ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നേരിട്ടുള്ള യുദ്ധം മാത്രമല്ല, ഉപായങ്ങളെയും സ്വീകരിക്കാം എന്നുള്ള ശാസ്ത്രമാണ് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ദുര്യോധനനെ വാക്കുകൾ കൊണ്ട് അപമാനിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു. ഒടുവിൽ ദുര്യോധനൻ വെള്ളത്തിൽ പൊങ്ങി വന്നു. എനിക്ക് വിരക്തി വന്നിരിക്കുന്നു, എനിക്ക് രാജ്യത്തിൽ താല്പര്യമില്ല, വനം ഗമിഷ്യാം, ഞാൻ കാട്ടിൽ പോയിക്കൊള്ളാം, നിങ്ങൾ ഇനി രാജ്യം ഭരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നിൻ്റെ ഔദാര്യം കൊണ്ടല്ല ഞങ്ങൾക്ക് രാജ്യം നേടാൻ ആഗ്രഹം, നിന്നെ കൊന്നിട്ട് നിൻ്റെ രാജ്യം എനിക്ക് അവകാശപ്പെട്ട എൻ്റെ രാജ്യം തിരിച്ചു വാങ്ങാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിൻ്റെ ഔദാര്യം ദാനമായിട്ട് കിട്ടുന്ന ഒരു രാജ്യം ക്ഷത്രിയന്മാർക്കത് സ്വീകാര്യമല്ല. കർണൻ സ്വീകരിച്ചിട്ടുണ്ട്, ദാനം ചെയ്ത രാജ്യമാണ് സ്വീകരിച്ചിട്ടാണ് കർണൻ രാജാവായത്. ദുര്യോധനൻ ദാനം ചെയ്തിട്ടാണ് കർണൻ രാജാവായത്. കർണൻ്റെ പൗരുഷം കൊണ്ട് നേടുകയായിരുന്നില്ല. അതുപോലെയല്ല ഞങ്ങൾ എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഒരാളോട് ഞാൻ ഏറ്റുമുട്ടാം, നിങ്ങൾ 5 പേരും വന്നാൽ ഞാനെന്ത് ചെയ്യും? എനിക്ക് ആയുധം തരണം, കവചം തരണം, പിന്നെ തലയെ രക്ഷിക്കാൻ കിരീടം തരണം, വിരലുകളെ രക്ഷിക്കാൻ അങ്കുലീത്രാണം എന്ന വിരലിന് അണിയുന്ന കവചം തരണം, പിന്നെ ഇതൊക്കെ തന്നിട്ട് നിങ്ങൾ ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഒരാളോട് യുദ്ധം ചെയ്യാം. അപ്പോൾ യുദ്ധം ചെയ്യേണ്ടത് ഇപ്പോൾ പാണ്ഡവന്മാരുടെ ആവശ്യമാണ് എന്ന രീതിയിലാണ് ഈ ദുർബുദ്ധിയായ ദുര്യോധനൻ അപ്പോഴും അദ്ദേഹത്തിൻ്റെ അടവ് നയങ്ങൾ പ്രയോഗിക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ ഒരു അബദ്ധം പറഞ്ഞു, ഞങ്ങളിൽ ഒരാളെ കൊന്നാലും നിനക്ക് രാജ്യം കിട്ടുമെന്ന് പറഞ്ഞു. 5 പേരിൽ ഒരാളെ കൊന്നാൽ പോലും നിനക്ക് ഞാൻ രാജ്യം തിരിച്ചു തന്നെ തരാം എന്ന് പറയുകയാണ്. അത് കേട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ ക്രുദ്ധനായി. സംക്രുദ്ധോ വാസുദേവോ ബ്രവീദിതം. ഇതുവരെ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് ക്രോധം വന്നതായിട്ട് എവിടെയും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഭഗവാൻ പറയാണ്, കിമിതം സാഹസം രാജൻ ത്വയാ വ്യാഹൃത മീദൃശം. അങ്ങ് ഇങ്ങനെയൊരു സാഹസം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും കാലം നമ്മളൊക്കെ പല തരത്തിൽ പരിശ്രമിച്ച് പലരെയും കുരുതി കൊടുത്തിട്ട് ഇപ്പോഴത്തെ ആ ദുര്യോധനെ കൊല്ലാനുള്ള അവസരം വന്നപ്പോൾ അങ്ങ് വീണ്ടും തതിതം ദൂതം ആരബ്ധം പുനരേവ യഥാപുര. അങ്ങ് മുമ്പ് ചെയ്ത ആ കള്ളച്ചൂതിൽ അങ്ങ് ചെന്ന് ചാടിയില്ലേ, അബദ്ധത്തിൽ കുഴിയിൽ ചെന്ന് ചാടിയതുപോലെ വീണ്ടും ചാടുകയാണോ? ഞങ്ങളെയും ചാടിക്കുകയാണോ? എന്താ അങ്ങ് തലക്ക് വെളിവില്ലേ എന്ന് ചോദിച്ചു. കാരണം ദുര്യോധനന് ഈ 5 പേരിലും ഒരാളെ കൊല്ലാൻ ഒരു പണിയുമില്ല. ഈ 5 പേരിൽ ഏറ്റവും ബലമുള്ള ശക്തിയുള്ള ആൾ ആരാണ്? ഭീമനാണ്. ആ ഭീമൻ ബലവാനാണ് എന്നേ ഉള്ളൂ. യുദ്ധസാമർഥ്യം ആർക്കാണ്? ദുര്യോധനാണ്. ഭീമൻ ബലവാനാണ്, ദുര്യോധനൻ കൃതി ആണ്. കൃതിരാജൻ വിശിഷ്യതേ. ബലം മാത്രം പോരാ, കൃതി, അതായത് നിരന്തരമായ അഭ്യാസ സാമർഥ്യം. 13 വർഷമായിട്ട് അദ്ദേഹം പരിശീലനം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൃതിയാണ്. അഭ്യാസ സാമർഥ്യം കയ്യിലുള്ളത് കൊണ്ട് ദുര്യോധനന് ജയിക്കാനുള്ള സാധ്യത ഇവിടെ കൂടിയിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ഭീമനെ പോലും ജയിക്കാൻ പ്രയാസമാണ് എന്നിരിക്കെ അങ്ങ് ഇങ്ങനെയൊരു അബദ്ധമായ വാക്യം പറഞ്ഞത് ശരിയായില്ല എന്ന് ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു. ഏതായാലും യുദ്ധം നടന്നു. ഭീമസേനൻ യുദ്ധത്തിന് തയ്യാറായി. ഭീമസേനൻ അയക്കാൻ പാണ്ഡവന്മാർ തീരുമാനിച്ചു. ദുര്യോധനൻ തിരഞ്ഞെടുക്കുകയായിരുന്നില്ല. അങ്ങനെയാണ് ചില നിരൂപകന്മാർ ഇവിടെ വ്യാഖ്യാനിച്ചതൊക്കെ കാണുന്നതെങ്കിലും അത് തെറ്റാണ്. ഭീമനെ പാണ്ഡവന്മാർ തിരഞ്ഞെടുത്ത് അയക്കുകയായിരുന്നു. അങ്ങനെ ദുര്യോധന യുദ്ധം നടന്നു. ആ ഗദായുദ്ധത്തിൽ ഭീമന് പലതരത്തിൽ ഈ ചതിപ്രയോഗങ്ങൾ ദുര്യോധനൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസ്ഥാനേ മതിം കൃത്വാ പുത്രസ്തവ മഹാമനാഹ യേഷോത്പതിതം രാജൻ ഛലയിഷ്യൻ വൃകോദരം എന്നാണ് സഞ്ജയൻ തന്നെ പറഞ്ഞത്. സഞ്ജയൻ ഈ യുദ്ധങ്ങളൊക്കെ തന്നെ
ധൃതരാഷ്ട്ര മഹാരാജാവിന് വർണ്ണിച്ചു കൊടുക്കുകയാണ്. മഹാഭാരതത്തിൽ അങ്ങനെയാണ്. സഞ്ജയൻ്റെ വാക്യങ്ങളിലൂടെയാണ് നമ്മളും യുദ്ധം കാണുന്നത്. അത് വ്യാസൻ്റെ ഒരു രചനാ കൗശലം അല്ലെങ്കിൽ വ്യാസൻ്റെ ഒരു രചനാ സങ്കേതം അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യുദ്ധഭൂമിയിൽ നടന്ന കാര്യങ്ങൾ അതേപടി നമ്മൾ സ്വീകരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ സഞ്ജയനും ദുര്യോധന പക്ഷത്തുള്ള ഒരു സൈനികനാണ്. സഞ്ജയൻ യുദ്ധം ചെയ്യുന്നുണ്ട്, സഞ്ജയനെ യുദ്ധത്തിൽ മുറിവേൽക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ അവസാനം സാത്വികി സഞ്ജയനെ ശരീരമാകെ മുറിവേറ്റ് ജീവനം കൊണ്ട് ഓടുന്ന സഞ്ജയനെ കൊല്ലാൻ വേണ്ടിയിട്ട് സാത്വികി പുറകെ ഓടി പിടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ വ്യാസൻ അവിടെ വന്നിട്ട് അവനെ വെറുതെ വിടണം എന്ന് പറയുകയാണ്. അങ്ങനെ വ്യാസൻ്റെ നിർബന്ധപ്രകാരമാണ് സാത്വികി ഈ സഞ്ജയനെ കൊല്ലാതെ വിട്ടത്. ആ സഞ്ജയനാണ് യുദ്ധം ധൃതരാഷ്ട്ര മഹാരാജാവിന് വർണ്ണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർണ്ണനകളിലൊക്കെ തന്നെ ദുര്യോധനനെ മഹാരാജാവ്, രാജാവ്, മഹാപുരുഷൻ, ധർമ്മിഷ്ഠൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. അതുപോലെ യുദ്ധത്തിൽ പാണ്ഡവപക്ഷത്തു നിന്നുണ്ടായ ചെറിയ ചെറിയ ലോപങ്ങൾ, ചെറിയ ചെറിയ മര്യാദാലംഘനങ്ങളൊക്കെ തന്നെ അദ്ദേഹം അത് വലിയ പർവ്വതാകാരമായിട്ട് അവതരിപ്പിക്കുകയും ദുര്യോധന പക്ഷത്തുണ്ടായ ഏറ്റവും കൊടിയ അധർമ്മവും ചതിയും ഒക്കെ തന്നെ വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടും അവതരിപ്പിച്ചതായിട്ട് മഹാഭാരതം നമ്മൾ നിഷ്പക്ഷമായിട്ടും അതുപോലെ മുൻവിധിയില്ലാതെയും വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ സന്ദർഭത്തിലും നമ്മൾ പാണ്ഡവന്മാർ ചെയ്തത് അബദ്ധമാണോ, അധർമ്മമാണോ, നിർമര്യാദയാണോ എന്ന് ചിന്തിക്കാൻ പാടില്ല. വ്യാസഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കണം, വ്യാസൻ്റെ വിവക്ഷിതങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സഞ്ജയനാണ് ഇതൊക്കെ പറഞ്ഞത് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഭാഗവതത്തിൽ വന്നപ്പോൾ ഏറെക്കുറെ ആ സഞ്ജയൻ്റെ വാക്യമല്ല ഇവിടെ വ്യാസൻ്റെ തന്നെ അഭിപ്രായത്തിൽ എന്താണ് നടന്നത് എന്ന് പറയുകയാണ്. പക്ഷേ അവിടെ സഞ്ജയൻ പോലും പറഞ്ഞത് ഭീമനെ ചതിക്കാൻ വേണ്ടി ദുര്യോധനൻ ഭൂമിയിൽ നിന്നും അമർന്നു പൊങ്ങി ചാടി ഭീമൻ്റെ മേലേക്ക് ചാടി വീഴുകയായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണം നടത്തിയപ്പോൾ ഛലയുഷ്യൻ വൃഗോദരൻ ഭീമനെ ചതിച്ചുകൊണ്ട് ഉയർന്നു ചാടിയ സമയത്താണ് ഭീമൻ തൻ്റെ ഗത കൊണ്ട് അതിശക്തമായി ഗത വീശി അത് ദുര്യോധനൻ്റെ ആ തുടയിൽ കൊള്ളുകയും തുട തകർന്ന് ഘോരമായി ഗർജിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുര്യോധനൻ അവിടെ വീഴുകയും ചെയ്യുന്നത്. അവിടെ ഭീമൻ ചെയ്തത് തെറ്റാണ്, നാഭിക്ക് താഴെ അടിച്ചത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബലരാമസ്വാമിയൊക്കെ തന്നെ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഭഗവാൻ ബലരാമനെ അനുനയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ ശരിയല്ല, ശുക്ര ബൃഹസ്പതി നീതി അങ്ങ് ഒന്നും കൂടി പൊടി തട്ടിയെടുത്ത് വായിച്ചു നോക്കണം. ഇത് മാത്രമല്ല ഇവിടെ ഊർധ്വമുത്ക്രമ്യ വേഗേന ജിഘാംസന്തം മൃഗോദര ബഭഞ്ച ഗതയാ ചോരു നസ്ഥാനേ നച മണ്ഡലേ. മുകളിലേക്ക് പറന്നു പൊങ്ങി ഭീമനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ദുര്യോധനനെയാണ് തുടക്കടിച്ച് അദ്ദേഹം തകർത്ത് താഴെ ഇട്ടത്. അപ്പോൾ ഇവിടെ യുദ്ധം ആ അടി നടന്ന എവിടെയാണ്? ഭൂമിയിലല്ല. നസ്ഥാനേ നച മണ്ഡലേ, ഭൂമിയിൽ വെച്ചല്ല ഉണ്ടായത്, ആ വായുവിൽ പറന്നു പോകുന്ന സമയത്താണ്. മണ്ഡലേ, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ ചുറ്റുപാടും ഒരു വൃത്തം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോർട്ട് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കോർട്ടിലല്ല, കോർട്ടിനകത്താണ് ഈ പറഞ്ഞ നിയമം. ഭൂമിയിൽ വെച്ച് യുദ്ധം ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ നിയമം, അരക്ക് താഴെ അടിക്കാൻ പാടില്ല എന്ന്. ആകാശത്തിൽ പറന്നു പൊങ്ങി വരുന്ന ആളിനെ എവിടെയും അടിക്കാം. ഈ നീതിയാണ്, ഈ ഉപായമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ് ബലരാമന് അത് പൂർണ്ണ തൃപ്തിയായില്ലെങ്കിലും അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് പോയി. നൈവപ്രീതമന, അത്ര സന്തോഷമല്ലാതെ ബലരാമൻ ദുര്യോധന പക്ഷത്ത് തന്നെ ആയിരുന്നു മനസ്സുകൊണ്ട് എന്നാണ് മഹാഭാരതം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ആ യുദ്ധത്തിൽ പാണ്ഡവന്മാർ ജയിച്ചു. ആ ജയം പ്രഖ്യാപിക്കപ്പെട്ട സന്ദർഭത്തിലാണ് ഇവിടെ ഈ കഥയ്ക്ക് അടിസ്ഥാനമായ കാര്യം സംഭവിക്കുന്നത്. എന്താണ്? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഭർത്തുപ്രിയം ദ്രൗണിരിതി സ്മ പശ്യൻ കൃഷ്ണാസുതാനാം സ്വപതാം ശിരാംസി ഉപാഹരദ്വിപ്രിയമേവ തസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. ആ സമയത്ത് ഈ ദുര്യോധനൻ വീണ് കിടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ദ്രൗണിഹി ഭർത്തുഹു പ്രിയം ഇതി സ്മ പശ്യൻ സ്വപതാം കൃഷ്ണാസുതാനാം ശിരാംസി ഉപാഹരത് തസ്യ തത് വിപ്രിയം ഏവ ജുഗുപ്സിതം തത് കർമ്മ വിഗർഹയന്തി. ദ്രൗണിഹി, ദ്രോണരുടെ മകൻ, ദ്രോണസ്യ അപത്യം ദ്രൗണിഹി, അതായത് അശ്വത്ഥാമാവ് എന്ന ദ്രോണപുത്രൻ. ഭർത്തുഹു പ്രിയം ഇതി സ്മ പശ്യൻ,
ഭർത്താവ് എന്ന് വെച്ചാൽ ഇവിടെ തൻ്റെ നായകൻ, തൻ്റെ ഉടമസ്ഥൻ, തൻ്റെ യജമാനൻ, തൻ്റെ രാജാവ് എന്നർത്ഥം. തൻ്റെ രാജാവായിട്ടുള്ള ദുര്യോധനന് പ്രിയം ഇതാണ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതി ഇസ്നാ പശ്യൻ, ഇങ്ങനെയാണ് എന്ന് കരുതിയിട്ട്, ഇങ്ങനെ കണ്ടിട്ട് സ്വപതാം കൃഷ്ണസുതാനാം ശിരാംസി ഉപാഹരത്, ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലി പുത്രന്മാരുടെ ശിരസ്സുകളെ അദ്ദേഹം വെട്ടിയെടുത്തു. എന്നിട്ട് ഉപഹാരമായിട്ട് ദുര്യോധനന് സമർപ്പിച്ചു. തസ്യ തത് വിപ്രിയം ഏവ, അത് ദുര്യോധനന് പ്രിയം ആയിരുന്നില്ല, വിപ്രിയമായിരുന്നു, അപ്രിയമായിരുന്നു. ദുര്യോധനൻ അധാർമികനാണ്, മഹാദുഷ്ടനാണ്, ക്രൂരനാണ്. എങ്കിലും അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത് വിപ്രിയമായത് എന്നാണെങ്കിൽ, ഇദ്ദേഹം ഈ അശ്വത്ഥാമാവ് പ്രതിജ്ഞ എടുത്തിട്ട് പോയത് പാണ്ഡവന്മാരെ കൊന്നിട്ട് വരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പാണ്ഡവന്മാരുടെ മക്കളുടെ ശിരസ്സാണ് ഇവിടെ തൻ്റെ മുന്നിൽ കൊണ്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിനർത്ഥം പാണ്ഡവന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതെങ്ങനെ തനിക്ക് പ്രിയമാകും? പാണ്ഡവന്മാരെ കൊല്ലാതെ ബാക്കിയാക്കുകയും പാണ്ഡവന്മാരുടെ കുട്ടികളെ ബാലഹത്യ എന്നുള്ള കുറ്റം ചെയ്തിട്ട് അതിലൂടെ തനിക്ക് വിജയം സമർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് തനിക്ക് അപമാനവും, മരിക്കുന്ന തനിക്ക് അപമാനമാണ്. അത് ആരും തന്നെ തസ്യ തത് കർമ്മ വിഗ്രഹയന്തി ജുഗുപ്സിതം കർമ്മ, അത് വെറുപ്പുണ്ടാക്കുന്ന ഈ കർമ്മം ആരും തന്നെ നിന്ദിക്കുന്ന കർമ്മമാണ്. നിന്ദ്യമായ കർമ്മം കൊണ്ടാണ് താൻ രാജ്യം നേടിയത്. വീണ്ടും അതിനിന്ദ്യമായ കർമ്മം ചെയ്തിട്ട് കുട്ടികളെ കൊന്നിട്ട് എന്ത് വിജയമാണ് തനിക്കുണ്ടാവുക? പാണ്ഡവന്മാർ ബാക്കിയുമാണ് എന്ന് ചിന്തിച്ചിട്ടാണ് ദുര്യോധനന് അപ്രിയം അല്ലെങ്കിൽ വിപ്രിയം ഉണ്ടായത് എന്ന് വ്യാഖ്യാനം. ഏതായാലും അങ്ങനെ സമർപ്പിച്ചു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാനാം തദാരുതത് ബാഷ്പകലാകുലാക്ഷി താം സാന്ത്വയൻ ആഹ കിരീടമാലി. ശിശൂനാം സുതാനാം ഘോരം നിധനം നിശമ്യ, ശിശുക്കളായ കുട്ടികളായ തൻ്റെ മക്കളുടെ ഘോരമായ ഭീകരമായ ആ ഹത്യ വധം നിശമ്യ കണ്ടിട്ട് പരിതപ്യമാന മാതാ, പരിതാപം ചെയ്യുന്ന ദുഃഖിക്കുന്നവളായ അമ്മ, അതായത് പാഞ്ചാലി, ബാഷ്പകലാകുലാക്ഷി തഥാ അരുതത്, ബാഷ്പകലാകുലാക്ഷിയായിട്ട് ബാഷ്പകല കണ്ണീരണിഞ്ഞുകൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് കരഞ്ഞു. താം സാന്ത്വയൻ കിരീടമാലി ആഹ, അവളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് കിരീടമാലി എന്ന് വെച്ചാൽ കിരീടത്തോടൊപ്പം നല്ല പുഷ്പങ്ങളുടെ മാല ചാർത്തിയിട്ടുള്ളവനാണ് കിരീടമാലി. ആ കിരീടം സാക്ഷാൽ ഇന്ദ്രൻ അർജുനന് കൊടുത്തത്, അങ്ങനെ തലയിൽ വെച്ച് കൊടുത്ത കിരീടമാണ്, ദിവ്യമായ കിരീടം. ആ കിരീടത്തിൽ അദ്ദേഹം മാല ചാർത്തി അങ്ങനെ അലങ്കരിച്ച് വെക്കാറുണ്ട്. അങ്ങനെ അലങ്കരിക്കപ്പെട്ട കിരീടത്തോടു കൂടിയ ആ അർജുനൻ ആഹ പറഞ്ഞു, ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പാഞ്ചാലിയോട് ആ കിരീടി അല്ലെങ്കിൽ കിരീടമാലി ആയ അർജുനൻ പറഞ്ഞത്? അടുത്ത ശ്ലോകം നോക്കുക, 16-ാമത്തെ ശ്ലോകം നോക്കുക. തദാ ശുചസ്തേ പ്രമൃജാമി ഭദ്രേ യദ്ബ്രഹ്മബന്ധോ ശിര ആതതായിന ഗാണ്ഡീവമുക്തൈർവിശിഖൈരുപാഹരേ ത്വാക്രമ്യ യത്സ്നാസ്യസി ദഗ്ധപുത്ര. തദാ ശുചസ്തേ പ്രമൃജാമി ഭദ്രേ യദ്ബ്രഹ്മബന്ധോ ശിര ആതതായിന ഗാണ്ഡീവമുക്തൈർവിശിഖൈരുപാഹരേ ത്വാക്രമ്യ യത്സ്നാസ്യസി ദഗ്ധപുത്ര. ഭദ്രേ, മംഗല്യം മതിയായിട്ടുള്ളവളെ, കല്യാണി. തദാ തേ ശുചഃ പ്രമൃജാമി യത് ആതതായിനഃ ബ്രഹ്മബന്ധോഃ ശിരഃ ഗാണ്ഡീവമുക്തൈഃ വിശിഖൈഃ ഉപാഹരേ യത് ആക്രമ്യ തു ദഗ്ധപുത്ര സ്നാസ്യസി. അല്ലയോ മംഗല്യവതിയായ പാഞ്ചാലി, തദാ തേ ശുചഃ പ്രമൃജാമി, ഞാൻ അപ്പോൾ നിൻ്റെ കണ്ണീര് തുടക്കാം. ശുചഃ എന്ന് വെച്ചാൽ ശോകം എന്നാണെങ്കിലും അതിന് സാന്ദർഭികമായിട്ട് കണ്ണീര് എന്ന അർത്ഥമുണ്ട്. കണ്ണീര് ഞാൻ പ്രമൃജാമി തുടക്കാം. എപ്പോൾ തുടക്കും?
യത് ആദതായിനഃ ബ്രഹ്മബന്ധോഃ ശിരഃ ഗാണ്ഡീവമുക്തൈഃ വിശിഖൈഃ ഉപാഹരേ. ആതതായിനഃ, ആതതായിയായ ആ ദ്രോണപുത്രൻ്റെ ബ്രഹ്മബന്ധുവായിട്ടുള്ള ബ്രാഹ്മണനിൽ നിന്ന് എന്തെങ്കിലും പാതിഥ്യം സംഭവിച്ചവനാണ് ബ്രഹ്മബന്ധു. ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ടും ബ്രാഹ്മണ കർമ്മങ്ങൾക്ക് വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകുന്ന പാതിഥ്യം കൊണ്ട് ഒരാൾ ബ്രഹ്മബന്ധു എന്ന പേരിലാണ് അറിയപ്പെടുക. അവൻ ആതതായിയാണ്. ആതതായി എന്ന് വെച്ചാൽ വസിഷ്ഠസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണമുണ്ട്. ശസ്ത്രപാണിർ എന്താണ് അഗ്നിതോ ഗരതശ്ചൈവ ശസ്ത്രപാണിർ ധനാപഹ ക്ഷേത്രധാരാപഹർത്താജ ഷടൈദേഹ്യാതതായിന. വസിഷ്ഠസ്മൃതി പറയുന്നു, അഗ്നിദഹ മറ്റുള്ളവരെ തീവച്ച് കൊല്ലുന്നവൻ, ഗരദഹ മറ്റുള്ളവർക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നവൻ, ശസ്ത്രപാണി വെറുതെ ആയുധം ധരിച്ച് നടക്കുന്നവൻ, തനിക്ക് അധികാരമില്ലെങ്കിലും ആയുധം ധരിച്ച് നടക്കുന്നവൻ, ധനാപഹ മറ്റുള്ളവൻ്റെ ധനം അപഹരിക്കുന്നവൻ, ക്ഷേത്രം എന്ന് വെച്ചാൽ വയൽ, മറ്റുള്ളവരുടെ കൃഷിഭൂമി അപഹരിക്കുന്നവൻ, ധാരാപഹർത്ത ധാരങ്ങളെ ഭാര്യയെ അപഹരിക്കുന്നവൻ. ഈ 6 പേരാണ് ആതതായികൾ. അങ്ങനെ നോക്കുമ്പോൾ ദുര്യോധനൻ ആതതായിയാണ്, ദുശാസനൻ ആതതായിയാണ്, കർണൻ ആതതായിയാണ്, ദ്രോണരടക്കമുള്ളവരും ആതതായികളാണ്, അശ്വത്ഥമാവും ആതതായിയാണ്. ഇതിലൊക്കെ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. പാണ്ഡവന്മാർക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയപ്പോഴും തീക്കിരയാക്കിയിട്ട് കൊല്ലാൻ നോക്കിയപ്പോഴും ഒരു കാരണവുമില്ലാതെ അവർ ആക്രമിച്ചപ്പോഴും പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തു. ക്ഷേത്രധാരാപഹർത്ത ക്ഷേത്രം അവരുടെ കൃഷിഭൂമി അപഹരിച്ചു, ധാരത്തെ അപഹരിച്ചു. വസ്ത്രാക്ഷേപം മാത്രമല്ല, വനവാസകാലത്ത് ഇവരുടെ അളിയനായിട്ടുള്ള ഗാന്ധാര രാജാവ് ജയദ്രഥൻ പാഞ്ചാലിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു, എടുത്ത് കൊണ്ടുപോകാൻ നോക്കി. ധാരാപഹർത്താവാണ്. ഇവരെല്ലാം തന്നെ ആതതായികളാണ്. അതാണ് ഗീതയിൽ ഭഗവാനും പറഞ്ഞത്, അർജുനനും പറഞ്ഞിട്ടുണ്ട്. ഇത് ഹത്വേതാൻ ആതതായിനഃ. ഈ ആതതായികളെ കൊല്ലാനാണ് അർജുനൻ അന്ന് മടിയുണ്ടായത്. ഈ ആതതായിയായിട്ടുള്ള ഈ ഗുരുപുത്രനെ, ബ്രഹ്മബന്ധുവായിട്ടുള്ളവനെ, ശിരഹ അദ്ദേഹത്തിൻ്റെ ശിരസ്, ഗാണ്ഡീവമുക്തൈഹി വിശിഖൈഹി ഗാണ്ഡീവത്തു നിന്നും ഞാൻ തൊടുത്തു വിടുന്നതായ അമ്പുകളെ കൊണ്ട് ഉപാഹരെ ഞാൻ ഉപഹരിക്കും, നിനക്ക് ഞാൻ സമ്മാനമായിട്ട് കൊണ്ടുതരും. യത് ആക്രമ്യ അങ്ങനെ അവനെ ആക്രമിച്ചിട്ട് ത്വം ദഗ്ധപുത്ര സ്നാസ്യസി നീ നിൻ്റെ പുത്രന്മാരെ ദഹിപ്പിച്ച് സംസ്കാരം ചെയ്തിട്ട് നീ ഉദകക്രിയ ചെയ്ത് സ്നാനം ചെയ്യും. അവരോട് ഉദകക്രിയ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരെ കൊന്നവനായ ആ അശ്വത്ഥാമാവിൻ്റെ ശിരസ് ഞാൻ എൻ്റെ അമ്പുകളെ കണ്ട് അപഹരിച്ച് ഞാൻ നിൻ്റെ മുന്നിൽ സമർപ്പിക്കും. ഇത് അർജുനൻ്റെ ഒരു പ്രതിജ്ഞയായിരുന്നു. ഇങ്ങനെ അർജുനൻ അശ്വത്ഥാമാവിനെ വധിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. 17ാമത്തെ ശ്ലോകം നോക്കുക. ഇതി പ്രിയാം വൽഗു വിചിത്രജൽപൈഃ സസാന്ത്വയിത്വാച്യുതമിത്രസൂത അന്വാദ്രവദ്ദംശിത ഉഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രഥേന. ഇതി വൽഗു വിചിത്രജൽപൈഃ പ്രിയാം സാന്ത്വയിത്വാ അച്യുതമിത്രസൂതഃ സ കപിധ്വജഃ ദംശിതഃ ഉഗ്രധന്വാ രഥേന ഗുരുപുത്രം അന്വാദ്രവത്. ഇതി ഇങ്ങനെ വൽഗു വിചിത്രജൽപൈഃ വൽഗു മനോഹരമായ വിചിത്രവുമായ ജൽപ്പം വാക്കുകളെ കൊണ്ട് പ്രിയാം സാന്ത്വയിത്വ തൻ്റെ പ്രിയതമയായ പാഞ്ചാലിയെ ആശ്വസിപ്പിച്ചിട്ട് അച്യുതമിത്രസൂത അച്യുതമിത്രസൂത എന്ന് വെച്ചാൽ അച്യുതനാകുന്ന മിത്രത്തോടും സൂതനോടും കൂടിയവൻ. അവിടെ അച്യുതൻ തന്നെ മിത്രവും സൂതനും. അച്യുതൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും, ആ അച്യുതൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സൂതനും. ഒരിക്കലും ച്യുതി സംഭവിക്കാത്തവനായ, അതുകൊണ്ടാണ് അർജുനൻ ആ ജയം നേടാൻ സാധിച്ചത്. അച്യുതൻ തന്നെയാണ് സാരഥി, അച്യുതൻ തന്നെയാണ് വഴികാട്ടി. അങ്ങനെയുള്ള സ കപിധ്വജ, കപിധ്വജനാണ്. ഒരു മർക്കട സ്വഭാവം വേണമല്ല, കപിയാണ്, മർക്കടനാണ് ധ്വജം. ഒന്നും ആലോചിക്കാതെയാണ് പ്രതിജ്ഞ ചെയ്തതും. ഈ അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ് എന്ന കാര്യം ഓർക്കാതെയാണ് ഈ ശിരസ് കവർന്നെടുക്കുമെന്ന് സത്യം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം കപിധ്വജൻ എന്ന പേരിന് ആ സന്ദർഭത്തിൽ യോഗ്യനായിത്തീരുന്നത്. കപിഹി ധ്വജചിഹ്നോ യസ്യ സഹ കപിധ്വജ. സാക്ഷാൽ ഹനുമാൻ തന്നെ ആരുടെ ആ ധ്വജചിഹ്നമാണോ, കൊടി അടയാളമാണോ, അവനാണ് കപിധ്വജനായ അർജുനൻ. ദംശിത കവചധാരി എന്നർത്ഥം.
കവചധാരിയായിട്ട് ഉഗ്രധന്വ, ഉഗ്രമായ ഗംഭീരമായ വില്ല്, അദ്ദേഹത്തിൻ്റെ ഗാണ്ഡീവം എന്ന വില്ല് ധരിച്ചവനായിട്ട് രുദ്രം ഗ്രസതി ഇതി ഉഗ്രഹ, അങ്ങനെ അതിനൊരു അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ രുദ്രൻ, രുദ്രനെ പോലും ഈ ഗാണ്ഡീവം കൊണ്ടാണ് അദ്ദേഹം അടിച്ചത്. അതുകൊണ്ടാണ് അത് ഉഗ്ര ആയ ധനുസ്സായി മാറിയത്. അങ്ങനെയുള്ള ഉഗ്രധന്വാവായിട്ട് അദ്ദേഹം രഥേന ഗുരുപുത്രം അന്വാദ്രവത്, രഥത്തിൽ ഗുരുപുത്രനെ അശ്വത്ഥമാവിനെ അദ്ദേഹം അന്വാദ്രവത് പിന്തുടർന്നു. ഭഗവാൻ തന്നെ അദ്ദേഹത്തിനെ സൂതനായിട്ട് വീണ്ടും തേർ തെളിച്ചു. അർജുനൻ്റെ രഥത്തിന് 100 കുതിരകളാണ്, ദൈവികമായ കുതിരകളാണ്, ദിവ്യശക്തിയുള്ള കുതിരകളാണ്. 1 2 എണ്ണം 10 എണ്ണം മരിച്ചു പോയാൽ അതിന് പകരം വേറെ അവിടെ അപ്പം തന്നെ പ്രത്യക്ഷപ്പെടും. എല്ലാ സമയത്തും 100ആയിട്ടിരിക്കുകയും ചെയ്യും. അതാണ് അർജുനൻ്റെ ആ ദിവ്യമായ രഥത്തിൻ്റെ ഒരു പ്രത്യേകത. അഗ്നി കൊടുത്ത രഥമാണ്. ആ രഥത്തിലാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഒരിക്കലും ക്ഷീണിക്കാത്ത കുതിരകളാണ്. അപ്പോൾ അശ്വത്ഥമാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കൂ. അശ്വത്ഥമാവിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. തമാപതന്തം സവിലക്ഷദൂരാത് കുമാരഹോദ്വിഗ്നമനാരഥേന പരാദ്രവത് പ്രാണപരേപ്സുരുർവ്യാം യാവദ്ഗമം രുദ്രഭയാത് യഥാർക്ക. കുമാരഃ ഉദ്വിഗ്നമനാഃ സഹ രഥേന ആപതന്തം തം ദൂരാത് വിലക്ഷ്യ പ്രാണപരേപ്സുഃ ഉർവ്യാം യാവദ്ഗമം രുദ്രഭയാത് അർക്കഃ യഥാ പരാദ്രവത്. കുമാരഃ, കുമാരന്മാരെ കൊന്നവൻ, അതാണ് കുമാരഃ. ഉദ്വിഗ്നമന, ഉദ്വേഗത്തോടു കൂടിയുള്ള മനസ്സോടു കൂടിയവൻ, ഭയപ്പെട്ടവനായിട്ട്. സഹ, അവൻ, ആ അശ്വത്ഥമാവ്. രഥേന ആപതന്തം തം, രഥത്തിൽ കയറി തൻ്റെ നേരെ ഓടി വരുന്നവനായ തം, അവനെ, അർജുനനെ. ദൂരാത് വിലക്ഷ്യ, ദൂരത്ത് നിന്നും കണ്ടിട്ട്. പ്രാണപരീപ്സുഹു, പ്രാണനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ട്. ഉർവ്യാം യാവദ്ഗമം, ഉർവി ഭൂമിയിൽ, ഉർവ്യാം ഭൂമിയിൽ, യാവദ്ഗമം ഏതിടം വരെ പോകാൻ സാധിക്കുമോ അത്രയും ദൂരം. പരാദ്രവത്, പലായനം ചെയ്തു. എങ്ങനെ പലായനം ചെയ്തു? രുദ്രഭയാത് യഥാ അർക്കഃ, രുദ്രഭയാത് അർക്കഃ യഥാ, രുദ്രനെ ഭയന്നിട്ട് പണ്ട് സൂര്യൻ ഓടിയതുപോലെ. രുദ്രഭയാത് യഥാ കഹ എന്നൊരു പാഠമുണ്ട്. ആ പാഠത്തിൽ രുദ്രനെ ഭയന്നിട്ട് ബ്രഹ്മാവ് ഓടിയതുപോലെ. ഇപ്പോൾ തൻ്റെ പുത്രിയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്, വാഗ്ദേവതയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു അബദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് ശ്രമിച്ചപ്പോൾ ക്രുദ്ധനായിട്ട് രുദ്രൻ തൻ്റെ ശൂലവുമായിട്ട് അദ്ദേഹത്തിൻ്റെ പുറകെ ഓടി. അപ്പോൾ ബ്രഹ്മാവ് ഒരു മൃഗരൂപം ധരിച്ച്, ഒരു മാനിൻ്റെ രൂപം ധരിച്ച് പലായനം ചെയ്തു എന്ന് ചില പുരാണങ്ങളിൽ കഥയുണ്ട്. രുദ്രഭയാത് യഥാ അർക്കഃ എന്ന പാഠം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ അർക്കൻ, സൂര്യനാണ് ഓടിയത് ശിവനെ ഭയന്നിട്ട്. വിദ്യുന്മാലി എന്ന അസുരന് ഭഗവാൻ ശിവൻ ദിവ്യമായ ഒരു വിമാനം വരമായിട്ട്, അനുഗ്രഹമായിട്ട് കൊടുത്തു. ആ വിമാനം ഉപയോഗിച്ചുകൊണ്ട് വിദ്യുന്മാലി സൂര്യൻ്റെ പ്രകാശത്തെ പോലും തോൽപ്പിക്കുന്ന വിധത്തിൽ ഭൂമിയുടെ മറുഭാഗവും പകലാക്കി മാറ്റിയെന്നാണ്. സൂര്യനെ വെല്ലുവിളിച്ചു. സൂര്യൻ തൻ്റെ തേജസ് കൊണ്ട് വിദ്യുന്മാലിയുടെ ആ രഥത്തെ തകർത്ത് കളഞ്ഞു. അപ്പോൾ രുദ്രൻ, ഭഗവാൻ ക്രോധത്തോടു കൂടിയിട്ട് തൻ വരമായി കൊടുത്ത വിമാനത്തെ തകർത്തതിൻ്റെ ക്രോധം കൊണ്ട് രുദ്രൻ ശൂലവുമായിട്ട് ആ സൂര്യനെ പിന്തുടർന്നു. സൂര്യൻ ഭയന്ന് ഓടി. ഒടുവിൽ ആ സൂര്യൻ്റെ തേജസ് കാശിയിൽ പതിച്ചു. അങ്ങനെ കാശിയിൽ അതിനെ സ്മരിക്കുന്ന ഒരു ചൈതന്യ കേന്ദ്രം അവിടെ ഉണ്ട് എന്ന് പുരാണങ്ങൾ പറയുന്നു. വാമന പുരാണത്തിൽ ഈ കഥ പറയുന്നുണ്ട്. ദേവി ഭാഗവതത്തിലും ഈ കഥ പറയുന്നു. അതുകൊണ്ട് രുദ്രഭയാത് യഥാർക്കഹ എന്നും രുദ്രഭയാത് യഥാ കഹ, കഹ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. അങ്ങനെ 2 പാഠങ്ങളിലും വ്യത്യസ്തമായ അർത്ഥങ്ങളെ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. അങ്ങനെ ഓടി. അതുപോലെ രുദ്രനെ ഭയന്ന് അർക്കൻ ഓടുന്നത് പോലെ ഈ അശ്വത്ഥമാവ് പലായനം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? യദാശരണമാത്മാനമൈക്ഷത ശ്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോമേന ആത്മത്രാണം ദ്വിജാത്മജ. അസ്ത്രം ബ്രഹ്മശിരോമേന ആത്മത്രാണം ദ്വിജാത്മജ. ശ്രാന്തവാചനം ആത്മാനം യഥാ അശരണം ഐക്ഷത തഥാ ദ്വിജാത്മജ ബ്രഹ്മശിരോസ്ത്രം ആത്മത്രാണം മേനെ. ശ്രാന്തവാചിനം, ശ്രാന്തമായ ക്ഷീണിച്ച കുതിരയോട് കൂടിയവൻ ശ്രാന്തവാജി.
തൻ്റെ കുതിരകൾ ക്ഷീണിച്ചപ്പോൾ ആത്മാനം യഥാ അശരണം ഐക്ഷത, തനിക്ക് ശരണമില്ല, തനിക്ക് രക്ഷയില്ല എന്ന് കണ്ടിട്ട്, തഥാ ദുജാത്മജ, അപ്പോൾ ആ ബ്രാഹ്മണപുത്രനായ ആ അശ്വത്ഥാമാവ് ബ്രഹ്മശിരോസ്ത്രം, ബ്രഹ്മശിരസ് എന്ന് പേരുള്ളതായ അസ്ത്രം, ആത്മത്രാണം മേനെ, തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ പോന്നതാണ് എന്ന് കരുതി, തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിക്കാം എന്ന് അദ്ദേഹം കരുതുന്നു. ബ്രഹ്മശിരോസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മശിരോസ്ത്രം ബ്രഹ്മാസ്ത്രം എന്ന് ശ്രീധരാചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീധരാചാര്യരുടെ ആ വ്യാഖ്യാനത്തെ നമുക്ക് സ്വീകരിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട വംശീധര സ്വാമികൾ തൻ്റെ ഗുരുവിനെ ചെറുതായിട്ടൊന്ന് തിരുത്തിക്കൊണ്ട് വളരെ ആദരവോട് കൂടിയിട്ട് പറയുകയാണ് അദ്ദേഹം, യദ്യപി സ്വാമിചരണൈ വ്യാഖ്യാതം ഇത്തം തഥാപി ബ്രഹ്മശിരോസ്ത്രം ബ്രഹ്മാസ്ത്രാത് പൃഥകപി അസ്തീത്യുക്തം സ്കാന്ദേ. സ്കാന്ദപുരാണത്തിൽ സ്വാമിചരണനായിരിക്കുന്ന ആ സ്വാമിചരണം എന്ന് വെച്ചാൽ തൻ്റെ ഗുരുനാഥൻ എന്നർത്ഥം. തൻ്റെ ഗുരുനാഥൻ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചുവെങ്കിലും ബ്രഹ്മശിരോസ്ത്രം ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് സ്കാന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം അവിടെ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ ആവാം, ചില ഗുരുവിന് എത്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ, ഗുരു കാണാത്ത കാര്യങ്ങൾക്ക് ശിഷ്യൻ അത് കണ്ടെത്തിയിട്ട് പറയുന്നത് തെറ്റൊന്നുമില്ല. അത് ആ ഗ്രന്ഥ താല്പര്യത്തിന് വിരുദ്ധമാകരുത് എന്നേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം പറയുന്നു. അപ്പോൾ ബ്രഹ്മാസ്ത്രം, ബ്രഹ്മശിരോസ്ത്രം, ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ആർക്കും തടുക്കാൻ പറ്റാത്ത അസ്ത്രങ്ങളുണ്ട്. ബ്രഹ്മാസ്ത്രം പ്രഥമം പ്രോക്തം, ദ്വിതീയം ബ്രഹ്മദണ്ഡകം, ബ്രഹ്മശിരസ്തൃതീയം ചാതുര്യം പാശുപതം മതം. ഈ 4 അസ്ത്രങ്ങളാണ്. ബ്രഹ്മാസ്ത്രമാണ് അതിൽ ഒന്നാമത്. രണ്ടാമതായിട്ട് ബ്രഹ്മദണ്ഡം എന്ന അസ്ത്രം, മൂന്നാമതായിട്ട് ബ്രഹ്മശിരോസ്ത്രം, നാലാമതായിട്ട് പാശുപതം. ഈ 4 അസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രങ്ങളില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ വായവ്യം പഞ്ചമം പ്രോക്തം, പഞ്ചമം ജ്ഞേയം, ആഗ്നേയം ഷഷ്ഠകം സ്മൃതം, നാരസിംഹം സപ്തമം ച തേഷാം ഭേദാഹ്യസംഖ്യകാഹ. 5ാമത് വായവ്യാസ്ത്രം, 6ാമത് ആഗ്നേയാസ്ത്രം, 7ാമത് നാരസിംഹാസ്ത്രം. ഇങ്ങനെയൊക്കെയുണ്ട്. ഈ അസ്ത്രങ്ങൾക്ക് ഒരു അസ്ത്രം മാത്രമല്ല, അവയുടെ ഭേദം, അവയുടെ പല ഭേദങ്ങൾ, പലതരം പ്രയോഗങ്ങൾ അസംഖ്യമാണ് എന്ന് പറയും. ഒരു അസ്ത്രത്തിന് 100 കണക്കിന് രീതിയിൽ പ്രയോഗിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. സസംഹാരം സവിക്ഷേപം ശൃണുദ്രോണ യഥാതഥം വേദമാത്ര സർവശസ്ത്രം ഗൃഹ്യത്തെ ക്ഷിപ്യതേഥവാ എന്ന് അവിടെ ദ്രോണർക്ക് ഉപദേശിച്ചുകൊണ്ട് പരശുരാമൻ പറയുകയാണ്, അല്ലയോ ദ്രോണരെ, ഇതിൻ്റെ പ്രയോഗവും സംഹാരവും വിക്ഷേപവും നിനക്ക് ഞാൻ പറഞ്ഞു തരാം. വേദമാത്ര സർവശസ്ത്രം ഗൃഹ്യത്തെ, ഈ അസ്ത്രങ്ങളുടെയും മന്ത്രം എന്താണ്? ഗായത്രി മന്ത്രം തന്നെയാണ് ഇതിൻ്റെ മന്ത്രം, വേറെ മന്ത്രമൊന്നുമല്ല. വേദമാതാവ് എന്ന് വെച്ചാൽ ഗായത്രി മന്ത്രം. ആ ഗായത്രി മന്ത്രത്തെ തിരിച്ചും മറിച്ചും പ്രയോഗിക്കലാണ് ഈ അസ്ത്രങ്ങൾ. ആരും പരീക്ഷിക്കാൻ വേണ്ടി പ്രയോഗിച്ച് നോക്കുന്നു വേണ്ട, അത്ര എളുപ്പമൊന്നുമല്ല. കലിയുഗത്തിൽ അതൊന്നും അങ്ങനെ പ്രയോഗിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും എന്താണ് അതിൻ്റെ രൂപം എന്ന് മനസ്സിലാക്കാം. മന്ത്രമാണ്. അസ്ത്രങ്ങളെന്ന് വെച്ചാൽ മന്ത്രം കൊണ്ട് നമ്മുടെ ശസ്ത്രത്തിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ആയുധത്തിൽ മന്ത്രപ്രയോഗം കൊണ്ട് ദൈവിക ശക്തിയെ ഉണ്ടാക്കിയെടുക്കലാണ് അസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാദിദന്താം ച സാവിത്രീം വിപരീതാം ജപേൽ സുധീഹി. ബ്രഹ്മശിര പ്രവക്ഷ്യ, അത് അങ്ങനെയാണ്. ഈ ബ്രഹ്മാസ്ത്രത്തിൽ ദാദിദന്തമായിട്ട് ഗായത്രി ജപിച്ച് സാക്ഷാത്കരിക്കണം. വെറുതെ ജപിച്ചാൽ പോരാ. അതിന് പറഞ്ഞിരിക്കുന്നത് നിഖർവം എന്നാണ്. നിഖർവം എന്ന് വെച്ചാൽ സഹസ്രകോടി, 1000 കോടി തവണ അത് ജപിച്ചുറപ്പിക്കണം. ഇങ്ങനെ ദാദിദന്തമായിട്ട് ജപിക്കണം. ദാദിദന്തം എന്ന് വെച്ചാൽ 24 അക്ഷരങ്ങളുള്ള ഗായത്രിയെ ധിയോ യോന പ്രചോദയാത് എന്നുള്ള അവസാനം ദ് ഉണ്ട്. ആ ദ് തുടങ്ങിയിട്ട് പുറകോട്ട് ജപിക്കണം. പുറകോട്ട് ജപിച്ച ശേഷം വീണ്ടും അത് നേരെയും ജപിക്കണം. അപ്പോൾ അത് ദായിൽ തുടങ്ങിയിട്ട് ദായിൽ തന്നെ അവസാനിക്കും. അതാണ് ദാദിദന്താം ച സാവിത്രിയും എന്ന് പറഞ്ഞിരിക്കുന്നത്. ദായിൽ തുടങ്ങി ദായിൽ അവസാനിക്കുന്ന രീതിയിൽ ആദ്യം പുറകോട്ടും പിന്നെ മുന്നോട്ടുമായിട്ട് അത് ജപിക്കുക. എത്ര തവണ ജപിക്കുക? 1000 കോടിയെ ജപിക്കേണ്ടത്. അങ്ങനെ ജപിച്ചിട്ടാണ് ഈ ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിക്കേണ്ടത്. ബ്രഹ്മശിരോസ്ത്രം എങ്ങനെയാണ്? ബ്രഹ്മശിര പ്രവക്ഷ്യാമി പ്രണവം പൂർവ്വം ഉച്ചരേത്. ബ്രഹ്മശിരോസ്ത്രത്തിൽ ആദ്യം പ്രണവമന്ത്രം ജപിക്കണം.
എന്നിട്ട് ധിയോ യോനഃ പ്രചോദയാത് ഭർഗോ ദേവസ്യ ധീമഹി തത് സവിതുർവരേണ്യം ശത്രുന്മേ ഹനഹനേതി ച. അങ്ങനെയാണ് ഗായത്രി മന്ത്രത്തെ അങ്ങനെ മുറിച്ചിട്ട് പലതരത്തിൽ ജപിക്കുക. ആദ്യം തുടങ്ങേണ്ടത് ധിയോ യോനഃ പ്രചോദയാത്, പിന്നെ ഭർഗോ ദേവസ്യ ധീമഹി, പിന്നെ തത് സവിതുർവരേണ്യം, എന്നിട്ട് പറയണം ശത്രുന്മേ ഹന ഹന എന്ന് പറയണം. എന്നിട്ടോ പോരാ, അതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർക്കാനുണ്ട്. ഹും ഫട്ട് ചൈവ പ്രയോക്തവ്യം ക്ഷിപേത് ബ്രഹ്മശിരസ്തത. ഹും എന്നും ഫട്ട് എന്നുമുള്ള അസ്ത്രമന്ത്രത്തെ കൂടി അതിനോട് ചേർത്തിട്ട് ജപിക്കണം. അങ്ങനെ പുരശ്ചര്യാം പുരഃകൃത്വ 3,00,000 നിയതശുചി, ശരീരശുദ്ധി വരുത്തിയിട്ട് ഈ അസ്ത്രത്തെ പുരശ്ചരണത്തോട് കൂടിയിട്ട് വന്ദനം ചെയ്തിട്ട് 3,00,000 ആവൃത്തി ഇത് ജപിച്ചിട്ട് ആണ് ഇത് പ്രയോഗിക്കേണ്ടത്. 3,00,000 എന്നിട്ട് നശ്യന്തി സർവേ രിപവഹ, ശത്രുക്കൾ മുഴുവൻ അതുകൊണ്ട് നശിക്കും. സർവേ ദേവാസുര അപി, ദേവന്മാരും അസുരന്മാരെ പോലും ഈ അസ്ത്രത്തിന് മുന്നിൽ നശിച്ചു പോകും. ഇതമേവ വിപര്യസ്തം പ്രയോക്തവ്യം വികർഷണേ, ഈ മന്ത്രത്തെ നേരെ വിപരീതമായിട്ട് ജപിച്ചിട്ട് ഈ അസ്ത്രത്തെ സംഹരിക്കുകയും ചെയ്യാം എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞതിനെ നേരെ തിരിച്ച് ഇട്ട് ഹുംഫട്ട് എന്ന അസ്ത്രമന്ത്രത്തോട് കൂടിയിട്ട് ഇതിനെ പ്രയോഗിക്കണം. 3,00,000 ജപിച്ച് ആദ്യം സിദ്ധി വരുത്തുക. ഈ യുദ്ധത്തിനിടയിൽ ഇത്രയും ജപിക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ മുമ്പേ തന്നെ ജപസിദ്ധി വരുത്തണം എന്നർത്ഥം ഈ രീതിയിൽ. അപ്പോൾ വെറുതെ നമ്മൾ പുസ്തകം നോക്കിയിട്ട് ജപിച്ചിട്ട് കാര്യമില്ല. ഗുരുവിൽ നിന്ന്, ധനുർവേദ വിശാരദനായ ഗുരുവിൽ നിന്ന് ഉപദേശമായി വാങ്ങി ഈ മന്ത്രത്തെ ഉപാസന ചെയ്ത് ജപം ചെയ്ത് സിദ്ധി വരുത്തിയ ശേഷം മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഈ സമയത്ത് മന്ത്രപ്രയോഗം ചെയ്തിട്ട് അസ്ത്രത്തെ പ്രയോഗിച്ചാൽ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. ഇത് ബ്രഹ്മശിരോസ്ത്രം, ഇങ്ങനെ വായവ്യാസ്ത്രം, ആഗ്നേയാസ്ത്രം, നാരസിംഹാസ്ത്രം, പാശുപതാസ്ത്രം, ഇങ്ങനെയൊക്കെ മന്ത്രങ്ങളൊക്കെ തന്നെ ഗായത്രി മന്ത്രത്തിൻ്റെ തിരിച്ചും മറിച്ചും അതിൽ ചില അക്ഷരങ്ങൾ ചേർത്തും ചില പദങ്ങൾ ചേർത്തുകൊണ്ടും പ്രയോഗിക്കുന്നതാണ് ഈ അസ്ത്രങ്ങളൊക്കെ തന്നെ. അതൊക്കെ ധനുർവേദ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ പുസ്തകം നോക്കി പഠിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഗായത്രി പോലും പുസ്തകം നോക്കി വായിച്ചിട്ട് കാര്യമില്ല. ഗുരുമുഖത്ത് നിന്ന് ഉപനയന സമയത്ത് ബ്രഹ്മസൂത്രം ധരിച്ച് വ്രതധാരിയായിട്ട് ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് ഗുരു വലത് ചെവിയിൽ അത് ചൊല്ലിത്തന്നിട്ട് അത് ഉപദേശം ആയിട്ട് സ്വീകരിച്ചാൽ മാത്രമേ ഗായത്രി മന്ത്രം കൊണ്ടും പ്രയോജനമുള്ളൂ. ഗായത്രി ഉപാസിക്കുന്നതിന് മാത്രമേ മറ്റ് മന്ത്രങ്ങൾ ഉപാസിച്ചാൽ ഫലമുണ്ടാവുകയുള്ളൂ എന്നും ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. ഞാനിത് ഒരു പൊതുവെ ഉള്ള ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ്. ആരെങ്കിലും ഈ മന്ത്രം എന്താണ് ഇങ്ങനെ ഇവിടെ പ്രകടമാക്കിയത്, പുസ്തകങ്ങളിൽ അച്ചടിച്ച് വന്ന മന്ത്രങ്ങളാണ്. ഇനിയിപ്പോൾ അതിനെ നമ്മൾ അതിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വിധിയും ഇങ്ങനെയാണ്. ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് ഉപാസിച്ചാൽ മാത്രമേ ഇതിന് ഫലമുള്ളൂ. കലിയുഗത്തിൽ അതിന് ഫലമുണ്ടോ എന്ന കാര്യവും വളരെ കുറഞ്ഞ ഫലമേ ഉണ്ടാവുകയുള്ളൂ. കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് തന്നെയാണ് നമുക്കെല്ലാം സാധിക്കുക എന്നുള്ളത് ഒരു കലിയുഗത്തിൻ്റെ ഗുണവുമായിട്ട് ശ്രീമദ് ഭാഗവതം പറയുന്നു. ഇങ്ങനെ അസ്ത്രം ബ്രഹ്മശിരോ മേനെ ആത്മത്രാണം ദ്വിജാത്മജ, തൻ്റെ പ്രാണൻ രക്ഷിക്കാനുള്ള ഉപായം ഈ ബ്രഹ്മശിരോസ്ത്രമാണ് എന്ന് ഈ ഗുരുപുത്രൻ വിചാരിച്ചു. അഥോപസ്പൃശ്യ സലിലം സന്തധേ തത്സമാഹിത അജാനനുപസംഹാരം പ്രാണകൃച്ഛ്ര ഉപസ്ഥിതേ. എന്തു ചെയ്തു ഇദ്ദേഹം? അഥ സലിലം ഉപസ്പൃശ്യ സമാഹിത ഉപസംഹാരം അജാനൻ പ്രാണകൃച്ഛ്രേ ഉപസ്ഥിതേ തത് സന്തധേ. എന്നിട്ട് സലിലം ഉപസ്പൃശ്യ, വെള്ളമെടുത്ത് ആചമനം ചെയ്തു. ജലസ്പർശം ചെയ്യുക എന്ന് വെച്ചാൽ വെള്ളം കാല് കഴുകി 3 തവണ ആചമിക്കുക. ശരീരശുദ്ധി വരുത്താനുള്ള ഒരു എളുപ്പ വഴിയാണ്. സമാഹിത, മനസ്സ് ഏകാഗ്രമാക്കി തീർക്കുക, സമാധിയിൽ ഇരുന്നു കൊണ്ട്. ഉപസംഹാരം അജാനൻ, ഇത് പ്രയോഗിക്കേണ്ട ആളിന് ഇതിൻ്റെ ഉപസംഹാരം നേരത്തെ പറഞ്ഞു. ഈ മന്ത്രത്തെ വിപര്യമായിട്ട് ജപിച്ചിട്ട് സിദ്ധി വരുത്തിയ ആൾക്ക് മാത്രമേ ഇതിനെ സംഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഉപാസന ഈ വിദ്വാൻ ചെയ്തിട്ടില്ല. എന്ത് ചെയ്തു? ഉപസംഹാരത്തെ അറിയാതെ തന്നെ പ്രാണകൃച്ഛ്രേ ഉപസ്ഥിതേ, പ്രാണൻ അപകടത്തിലാണ് എന്ന് വന്നിരിക്കുന്ന അവസ്ഥയിൽ തത് സന്തധേ, അതിനെ പ്രയോഗിച്ചു. ഏതിനെ പ്രയോഗിച്ചു? ബ്രഹ്മശിരോസ്ത്രത്തെ പ്രയോഗിച്ചു. വലിയ കുറ്റമാണ്, വലിയ അപരാധമാണ് ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ? തത പ്രാതുഷ്കൃതം
തതഃ പ്രാദുഷ്കൃതം തേജഃ പ്രചണ്ഡം സർവതോ ദിശം പ്രാണാപദമഭിപ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുരുവാച. തതഃ പ്രാദുഷ്കൃതം സർവതോ ദിശം പ്രചണ്ഡം തേജഃ പ്രാണാപദം അഭിപ്രേക്ഷ്യ ജിഷ്ണു വിഷ്ണും ഉവാച. അപ്പോൾ പ്രാദുഷ്കൃതം എന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുത്തത്, പ്രാദുർഭവം അല്ല, തനിയെ ഉണ്ടായതല്ല, പ്രാദുഷ്കൃതം ഉണ്ടാക്കിയെടുത്തതായ സർവതോ ദിശം പ്രചണ്ഡം തേജഃ എല്ലാ ദിക്കുകളിലേക്കും വ്യാപിക്കുന്നതായ പ്രചണ്ഡമായ അസഹ്യമായ തേജസ്സിനെ പ്രാണാപദം തൻ്റെ പ്രാണന് ആപത്തുണ്ടാക്കുന്നതുമായ ആ അസ്ത്രത്തെ അഭിപ്രേക്ഷ്യ വേണ്ടവിധം കണ്ടറിഞ്ഞിട്ട്, വേണ്ടവിധം കണ്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം അത് ബ്രഹ്മശിരോസ്ത്രമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടില്ല. എങ്കിലും അതൊരു മഹത്തായ അസ്ത്രമാണ്, പ്രചണ്ഡമായ അസ്ത്രമാണ്, തടയാൻ പറ്റാത്ത അസ്ത്രമാണ് എന്ന് കണ്ടറിഞ്ഞിട്ട് ജിഷ്ണു ജയം ശീലമായിട്ടുള്ളവൻ ജിഷ്ണു വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു എന്ന് വെച്ചാൽ വ്യാപനം ശീലമായിട്ടുള്ളവൻ വിഷ്ണു, ജയം ശീലമായിട്ടുള്ളവൻ ജിഷ്ണു, സഹനം ശീലമായിട്ടുള്ളവൻ സഹിഷ്ണു, പ്രഭവം ശീലമായിട്ടുള്ളവൻ പ്രഭവിഷ്ണു. ഇതൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ പേരാണ്. എന്നിരുന്നാലും അർജുനന് ജിഷ്ണു എന്നൊരു പേരുണ്ട്, ജയം ശീലമായിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പരാജയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ ജിഷ്ണു ഒരു തവണ അല്പം ഒന്ന് ഭയന്നു. പ്രാണാപദം തൻ്റെ പ്രാണന് അപകടമാണ് എന്ന് കണ്ടിട്ട് വിഷ്ണുവിനോട്, ശ്രീകൃഷ്ണ ഭഗവാനോട് ഉവാച പറഞ്ഞു. എന്നതുകൊണ്ട് ഒരു അത്ഭുതം. അങ്ങനെ ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിക്കുകയാണ്, ഈ അസ്ത്രത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ അവരുടെ സംഭാഷണം നമുക്ക് പഠിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.